എമ്പുരാൻ സിനിമയുടെ വിവാദം കെട്ടടങ്ങുന്നില്ല. ഇപ്പോൾ എമ്പുരാനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത് ജോർജ് കുര്യൻ, കേന്ദ്രമന്ത്രിയായിട്ടുള്ള ജോർജ് കുര്യനാണ്. പാർലമെന്റിൽ ജോർജ് കുര്യൻ ശക്തമായിട്ടുള്ള ഭാഷയിൽ തന്നെ എമ്പുരാനെ എതിർക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായി സാധിച്ചത്. പക്ഷേ അത് യഥാർത്ഥത്തിൽ അതിൽ ഗുജറാത്ത് കലാപം ഉള്ളതുകൊണ്ടോ അതിൽ മറ്റൊരു കാര്യമുള്ളതോ BJPക്കെതിരെയോ സംഘപരിവാറിനെതിരെയോ ഉള്ള നെറേറ്റീവ് ഉള്ളത് കൊണ്ടല്ല എന്നുള്ള കാര്യം വളരെയധികം ശ്രദ്ധേയമാണ്. കഴിഞ്ഞ ദിവസം മോഹൻലാലിനും ഗോകുലം ഗോപാലിനും പൃഥ്വിരാജിനും തമിഴ്നാട്ടിലെ കർഷകരുടെ ചെരുപ്പിനടി കൊള്ളുന്ന വാർത്ത ന്യൂസ് ഇന്ത്യ മലയാളം തന്നെ കൊടുത്തതാണ്. എന്നാൽ ഇന്ന് വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് ജോർജ് കുര്യൻ അദ്ദേഹം എമ്പുരാൻ സിനിമയെ ശക്തിയുക്തം ഞാനൊരു ക്രിസ്ത്യാനിയാണ്, ക്രിസ്ത്യൻ മതവികാരം വ്രണപ്പെടുത്തുകയാണ് എമ്പുരാൻ എന്ന് പറഞ്ഞ് എതിർക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായി സാധിച്ചത്. സഭയിലെ ജോർജ് കുര്യന്റെ വാക്കുകളിലേക്ക്. Sir, the film is against Christian faith. It is Christian faith and the cross, and all the Christians in India. It is opposing KCBC, CBCI, opposing the communists want to insult the Christians in this country. That is what we are telling. See, today you can see the CBCI and KCBC, they passed the resolution against this film. I am a Christian. Don't insult me. These communists want to insult every religion. They want to insult every religion. Why they are insisting? സഭയിൽ ജോർജ് കുര്യൻ പറഞ്ഞ കാര്യങ്ങളാണ് നിങ്ങളിപ്പോൾ കേട്ടത്. വളരെ ക്ലിയർ ആണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ. പൃഥ്വിരാജിന്റെ സിനിമ ക്രിസ്തീയ വിശ്വാസങ്ങളെ അവഹേളിക്കുന്ന സിനിമയാണ് എന്നാണ് കൃത്യമായി ജോർജ് കുര്യൻ പറഞ്ഞു വെച്ചത്. വിശ്വാസങ്ങളെ അവഹേളിക്കുന്ന സിനിമ. ഈ സിനിമയ്ക്കെതിരെ കാത്തലിക് ബിഷപ്പ് കൗൺസിൽ CBCI, കേരള കാത്തലിക് ബിഷപ്പ് കൗൺസിൽ KCBC അവരുടെ എതിർപ്പ് പ്രകടിപ്പിച്ചു കഴിഞ്ഞു. എന്നാൽ ഞാനൊരു ക്രിസ്ത്യാനിയാണ്, എൻ്റെ വിശ്വാസങ്ങളെ ഇകഴ്ത്തുന്ന സിനിമയായി ആണ് ഞാൻ ഈ സിനിമയെ കാണുന്നത് എന്നുള്ളതാണ് ജോർജ് കുര്യൻ കൃത്യമായി സഭയിൽ പറഞ്ഞു വച്ചിരിക്കുന്നത്. ക്രിസ്ത്യാനികൾക്ക് കേരളത്തിൽ BJP മാത്രമാണ് ഒരു ആശ്രയം എന്നുള്ളതാണ് ഇതിലൂടെ ഒന്നുകൂടെ BJP തെളിയിക്കാൻ ശ്രമിക്കുന്നത്, കേന്ദ്രമന്ത്രി തെളിയിക്കാൻ ശ്രമിക്കുന്നത്. കേരളത്തിൽ ക്രിസ്ത്യാനികളെ പല മേഖലകളിൽ വഖഫിൻ്റെ കാര്യത്തിലായിരുന്നാലും മുനമ്പ വിഷയത്തിലായിരുന്നാലും എന്ത് കാര്യത്തിലായിരുന്നാലും മറ്റ് MP മാരെല്ലാം അവഗണിക്കുന്ന കാഴ്ച. ക്രിസ്ത്യാനികളുടെ വോട്ട് മേടിച്ച് സഭയിലേക്ക് പോയ, അതായത് ലോക്സഭയിലേക്ക് പോയ കോൺഗ്രസ് MP പോലും അവരെ വകവയ്ക്കാത്ത ഒരു സാഹചര്യമുണ്ട്, അവരുടെ വാക്കുകൾ കേൾക്കാത്ത ഒരു സാഹചര്യമുണ്ട്, ന്യായമായിട്ടുള്ള അവരുടെ ആവശ്യങ്ങൾ പരിഹരിച്ചു കൊടുക്കാത്ത ഒരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി എമ്പുരാൻ സിനിമയ്ക്കെതിരെ കൃത്യമായി ശബ്ദമുയർത്താൻ ജോർജ് കുര്യൻ MP സഭയിലെത്തിയത് എന്നുള്ളത് വളരെയധികം ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.